ഇന്ന് നമ്മൾ ഉഴുന്ന് വെച്ചിട്ട് ഒരു അടിപൊളി റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഇപ്പം നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ ഉഴുന്നുണ്ടാവും, പ്രത്യേകിച്ച് ഇപ്പോൾ റേഷൻ കിറ്റിൽ ഉഴുന്ന് കിട്ടുന്നുമുണ്ട്. അപ്പോൾ ഇത് ഞാനിവിടെ ഒരു ഗ്ലാസ് ഉഴുന്നെടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു 3 മണിക്കൂർ ഒന്ന് വെള്ളത്തിൽ നന്നായിട്ടൊന്ന് കുതിർത്തിയെടുക്കണം. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് കഴുകിയെടുക്കുക. അതിനുശേഷം നമ്മളൊരു മിക്സിയുടെ ജാർ എടുത്തിട്ട് ഈ ജാറിലേക്ക് ആ ഉഴുന്നെല്ലാം ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് നമുക്കൊരു കുറച്ച് വെള്ളം, ഇപ്പോൾ ഒരു ഗ്ലാസിന്റെ 1/4 ഭാഗത്തോളം മതി, ഇതാ ഇത്രയും വെള്ളമേ ഉള്ളൂ. കുറച്ച് വെള്ളം ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഉഴുന്ന് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അടിച്ചെടുക്കുക. അതേ നോക്കി ഇതുപോലെ നല്ല പേസ്റ്റ് പോലെ അടിച്ചെടുക്കുക കേട്ടോ. 1/2 ഗ്ലാസ് വെള്ളമൊന്നും ഒഴിക്കരുത്, നമ്മൾ ദോശമാവൊക്കെ കലക്കുന്ന ആ ഒരു രീതിക്കായി പോകും. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അടിച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്കതൊരു ബൗളിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഒരു ടിപ്പ് പറഞ്ഞുതരാം. നമ്മൾ മിക്സി ജാറിൽ ഉഴുന്നൊക്കെ അടിക്കുമ്പോഴുണ്ടല്ലോ, നമ്മൾ ഇതുണ്ടാക്കുന്ന നേരത്തെ ഇതൊന്നും കഴുകാനായിട്ട് നിൽക്കാറില്ല അല്ലേ. പക്ഷെ ഇപ്പം തന്നെ ആ സിങ്കിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഇട്ട് കൊടുക്കുക. ഇല്ലെങ്കിൽ നമ്മളിനി വേറെ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി ഈ ജാർ എടുക്കുമ്പോൾ ഒരു ബാഡ് സ്മെല്ല് ഉണ്ടാവുകയും ചെയ്യും. അതുമാത്രമല്ല ആ ബ്ലേഡിൻ്റെ അടിയിൽ നിന്നൊക്കെ ഉഴുന്നിൻ്റെ കണ്ടന്റ് പോകത്തുമില്ല കേട്ടോ. എന്നിട്ട് നമ്മൾ നേരെ ഈ ഉഴുന്നുണ്ടല്ലോ നമ്മുടെ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് ഇങ്ങനെ ഒന്ന് കറക്കി കറക്കി കൊടുക്കുക. സ്പൂണിൻ്റെ ആവശ്യമില്ല, നമ്മൾ കൈ വെച്ച് തന്നെ ഒന്ന് ഒരു മിനിറ്റ്, മിനിമം 1 മിനിറ്റ് എങ്കിലും ഒന്ന് ഇങ്ങനെ ഒന്ന് പതപ്പിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ശരിക്കും പറയുവാണെങ്കിൽ നല്ല ക്രീമി പോലെ നമുക്ക് കിട്ടും. അപ്പോൾ അതേ നല്ലതുപോലെ ഇങ്ങനെ അങ്ങോട്ട് ഞാൻ കൈ വെച്ചിട്ട് കറക്റ്റ് 1 മിനിറ്റ് ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുത്തായിരുന്നു കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒരു ചെറിയ സവാള വളരെ പൊടിയായിട്ട് കട്ട് ചെയ്തെടുക്കണം, അത് ചേർത്ത് കൊടുക്കാം. 2 പച്ചമുളക് അപ്പം നെടുകെ ഒന്ന് കീറിയിട്ട് കുഞ്ഞി കുഞ്ഞി കഷ്ണങ്ങളായിട്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കറിവേപ്പില, ഇപ്പോൾ കറിവേപ്പില എടുക്കുമ്പോണ്ടല്ലോ കത്രികയ്ക്ക് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക. അങ്ങനെ തന്നെ ഇടേണ്ട ആവശ്യമില്ല, ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്യാം. മല്ലിയില ഉണ്ടെങ്കിൽ മാത്രം മതി, ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. ആ മല്ലിയിലയും ഞാൻ കത്രികയ്ക്ക് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുവാണ്. ഒരു നിർബന്ധമില്ല കേട്ടോ മല്ലിയില വേണമെന്ന്, വീട്ടിലുണ്ടായത് കൊണ്ട് ചേർത്ത് കൊടുത്തതേ ഉള്ളൂ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ്, അതുപോലെ കുറച്ച് കായത്തിൻ്റെ പൊടി, ഇതുപോലെ നമുക്ക് കായം വാങ്ങിക്കാനായിട്ട് കിട്ടും, കട്ട വേണ്ട, പൊടി മതി, അത് കുറച്ചിട്ട് കൊടുക്കുക. കുറച്ച് ചെറിയ ജീരകം, പിന്നെ വേണ്ടത് ഇഞ്ചിയുടെ പേസ്റ്റ് ആണ്. കഷ്ണം വേണ്ട കേട്ടോ, കാര്യം കുട്ടികൾ കഴിക്കുമ്പോൾ ഇഞ്ചി കഷ്ണം കടിക്കുവാണെങ്കിൽ അവർ തുപ്പിക്കളയും. പക്ഷെ പേസ്റ്റ് ആണെങ്കിൽ നമുക്ക് അങ്ങനെ കടിക്കാനായിട്ട് കിട്ടത്തില്ല. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് കൈ വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്യുക, എന്നാലേ ആ ഉപ്പും കായത്തിൻ്റെ പൊടിയൊക്കെ എല്ലാ ഭാഗത്തേക്കും എത്തുള്ളൂ. അതേ ഞാൻ നന്നായിട്ട് കൈവച്ചിട്ട് തന്നെ ഇങ്ങനെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ദാ ഇതുപോലത്തെ ഒരു കുഞ്ഞി നെല്ലിക്കയുടെ അത്രം അല്ലെങ്കിൽ ഒരു ചെറുനാരങ്ങയുടെ അത്രം നമുക്ക് മതി. അപ്പോൾ നമുക്ക് കറക്റ്റ് ആ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യമേ കൈ ഒന്ന് കഴുകാം. അപ്പോൾ കയ്യിലുള്ള മാവൊക്കെ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കൈ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. എന്നിട്ട് വേണം ആ ഒരു ഷേപ്പ് നമുക്ക് ചെയ്തെടുക്കാനായിട്ട്, ഇല്ലെങ്കിൽ ഒരു ഭംഗി ഉണ്ടാവത്തില്ല കാണാനായിട്ട്. അപ്പോൾ ഞാൻ കൈ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് വെള്ളത്തിൽ ഇങ്ങനെ ഒന്ന് മുക്കിയെടുക്കുക. എന്നിട്ട് വേണം നമുക്ക് ഈ മാവ് ഇങ്ങനെ അങ്ങോട്ട് എടുക്കാനായിട്ട്. അപ്പം നല്ല റൗണ്ട് ഷേപ്പിൽ നമുക്കിങ്ങനെ അങ്ങോട്ട് കിട്ടും. ഇതാ കണ്ടില്ലേ. അതുപോലെ അടുത്തതെടുക്കുമ്പോഴും കൈ ഒന്ന് കഴുകിയെടുക്കാം കേട്ടോ. അപ്പോൾ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം സൈഡിൽ വെച്ചോ ഇങ്ങനെ. അപ്പോൾ ഇതുപോലെ നമുക്ക് അങ്ങോട്ട് ചെയ്തെടുക്കാം. ഒരേ ഷേപ്പിൽ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ നമുക്കിനി ഫ്രൈ ചെയ്യാം. സാധാരണ ചട്ടി വേണ്ട, ഇതുപോലത്തെ ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടി ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ്. കാര്യം നല്ലൊരു ഷേപ്പ് നമുക്ക് ഈ ഉണ്ടാക്കുന്നതിന് കിട്ടും. അപ്പോൾ ഇനി ഓരോ ഉരുളയായിട്ട് ഇതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ചെറുത് മതി, അത്ര വലുത് വേണ്ട. അപ്പോൾ കുറച്ച് ഡിലേ വരുന്നത് ഞാൻ ആ കൈ കഴുകുന്നതുകൊണ്ടാണ് കേട്ടോ കുറച്ച് നമുക്കിങ്ങനെ ഡിലേ വരുന്നത്. അപ്പോൾ അതിങ്ങനെ അങ്ങോട്ട് എല്ലാം ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് തിരിച്ചും മറിച്ചും ഇട്ട് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഉണ്ണിയപ്പച്ചട്ടി ഇല്ലെങ്കിൽ സാധാരണ ഒരു ഫ്രൈങ് പാൻ ആണെങ്കിലും മതി. പക്ഷേ എന്താ പ്രശ്നം എന്നറിയോ, അതിങ്ങനെ എന്താ പറയുക, ഒരു ഉരുണ്ട ഷേപ്പ് കിട്ടത്തില്ല. അപ്പോൾ അത് ഒരു വശം ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് തിരിച്ചിട്ട് കൊടുക്കുക. നല്ല ഗോൾഡൻ ബ്രൗൺ കളർ വരെ ഒന്ന് ഫ്രൈ ചെയ്യാം കേട്ടോ, ഇല്ലെങ്കിൽ ആ ഒരു ക്രിസ്പ്നെസ് നമുക്ക് ഉണ്ടാവത്തില്ല. ഇടക്കിടക്ക് ഇതിങ്ങനെ ഒന്ന് തിരിച്ച് ഇട്ട് കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ വേണമെങ്കിൽ ഹൈ ഫ്ലെയിമിൽ വെക്കാം, ഇല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ വെക്കാം. ഞാൻ ഇടക്കിടക്ക് ഇങ്ങനെ കൂട്ടിയും കുറച്ചുമാണ് ഫ്രൈ ചെയ്ത് എടുത്തത്. അത് മാത്രമല്ല ഞാൻ നല്ല ഗോൾഡൻ കളറിലാണ് കേട്ടോ എടുത്തത്. എന്നാലും നമ്മൾ ആ കടിക്കുമ്പോൾ ആ കൃന്നുള്ള ഒച്ച ഇങ്ങനെയൊന്ന് കേൾക്കത്തുള്ളൂ. ദേ നല്ലതുപോലെ ഫ്രൈ ആയിട്ടുണ്ട്. ഇടക്കിടക്ക് ഇങ്ങനെ ഒന്ന് തിരിച്ചും മറിച്ചും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഒരു തരി പോലും എണ്ണ കുടിക്കില്ല കേട്ടോ. കണ്ടോ, ഞാൻ ആ ഒഴിച്ച എണ്ണ എല്ലാം ഇതിലുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാം ഈ എണ്ണയിൽ തന്നെ ചെയ്തെടുക്കാം. ഇനി വേറെ എണ്ണ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ അത്രയും ഉഴുന്ന് സോഫ്റ്റ് ആക്കിയത് കൊണ്ടിട്ടാണ് എണ്ണ അധികം കുടിക്കാത്തത്. അപ്പം നമ്മൾ ആദ്യമേ കൈ വെച്ചിട്ട് 1 മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തില്ലെങ്കിൽ ചിലപ്പോൾ
ഉഴുന്ന് കുറേ എണ്ണ കുടിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ വീണ്ടും നമുക്ക് ഇതേപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എനിക്കൊരു 3 പ്രാവശ്യമായിട്ടാണ് ഞാൻ എല്ലാം ഒന്ന് ഉണ്ടാക്കിയെടുത്തത് കേട്ടോ. പെട്ടെന്നായി കിട്ടും. ഇപ്പോൾ ഈ കുഞ്ഞു ചട്ടിയല്ലേ, കുറേ സമയം പിടിക്കുമല്ലോ എന്നൊന്നുമില്ല, പെട്ടെന്ന് നമുക്ക് റെഡി ആയി കിട്ടും. ഇനി നമുക്കൊരു ചട്നിയും കൂടി ഉണ്ടാക്കാം. അപ്പോൾ ഒരു 2 പിടി തേങ്ങ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ 2 പച്ചമുളക് ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുത്ത് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ വീട്ടിൽ ഇതുപോലത്തെ തേങ്ങാ ചമ്മന്തി ഉണ്ടാക്കുമ്പോൾ അറ്റൽമുളകും കടുകും എണ്ണയൊന്നും പൊട്ടിച്ചിടാറില്ല കേട്ടോ. പച്ച ടേസ്റ്റിലാണ്, വീട്ടിലെല്ലാവർക്കും പച്ച തേങ്ങയുടെ ആ ഒരു ടേസ്റ്റാണ് ഇഷ്ടം. അപ്പോൾ ഇത് നമ്മുടെ കുഞ്ഞു ബോണ്ട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്താണെങ്കിലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു തരി പോലും എണ്ണ കുടിക്കാത്ത നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് സാമ്പാർ ഉണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ. ശരിക്കും പറയുകയാണെങ്കിൽ ഹോൾ ഇടാത്ത കൊണ്ട് ഉഴുന്നുവടയല്ല, ഇതുപോലത്തെ കുഞ്ഞു ബോണ്ടയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം.